ഐഡിയാസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ 2024 BSc കമ്പ്യൂട്ടർ സയൻസ് LLB ഓണേഴ്സിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നോട്ടീസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ 8 മൺഡേയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷനുണ്ട്. രജിസ്ട്രേഷൻ 9:30 മുതൽ 10:30 വരെയുള്ള ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ 9:30 തന്നെ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. 10:30 കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഒരിക്കലും അലോ ചെയ്യൂല. നിങ്ങൾ ചെന്നിട്ട് അവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്യുക. അതിൽ നിന്ന് പിന്നെ നമ്മുടെ കാറ്റ് റാങ്കിൻ്റെ ബേസിലായിരിക്കും അഡ്മിഷൻ. അപ്പോൾ വെന്യൂ എന്ന് പറയുന്നത് പ്രൊഫസർ NR മാധവ മേനോർ ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസ് ICREP ക്യുസാറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്യുസാറ്റിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ ക്യുസാറ്റ് എന്ന് അടിച്ചു കൊടുക്കരുത്. കാരണം ക്യുസാറ്റ് വലിയൊരു ക്യാമ്പസാണ്, അതിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം ഈ ഒരു നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാപ്പിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക ഈ ഒരു സ്ഥലം പ്രൊഫസർ NR മാധവ മേനോൻ അല്ലെങ്കിൽ ICREP ക്യുസാറ്റ് എന്നാണെങ്കിൽ അടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ആ കറക്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾ എത്തും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഓട്ടോയോ അല്ലെങ്കിൽ വേറെ വെഹിക്കിളിനെയൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യുസാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു ബ്ലോക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കേണ്ടി വരും, അപ്പോൾ ടൈം പോകും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ലൊക്കേഷൻ മാപ്പിൽ അടിച്ചു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 8 സ്പോട്ട് എന്ന് പറഞ്ഞു, വെന്യൂ പറഞ്ഞു, ടൈം പറഞ്ഞു. ഇനി നമ്മൾക്ക് സീറ്റ് വേക്കൻസിയും ഏതുവരെ റാങ്ക് ഉള്ളവരെ ഈ സ്പോട്ടിൽ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജനറൽ കാറ്റഗറി 2 വേക്കൻസിയാണ്. അപ്പോൾ അതിൽ കാറ്റ് റാങ്ക് 75 വരെ വന്നേക്കുന്ന ഈ ഒരു കോഴ്സ് ഇതിൻ്റെ BSc കമ്പ്യൂട്ടർ സയൻസ് LLB ഓണേഴ്സിൻ്റെ കാറ്റ് റാങ്കിൽ 75 വരെ വന്നേക്കുന്ന കുട്ടികളെയാണ് ജനറൽ കാറ്റഗറിയിലുള്ള 2 സീറ്റിലേക്ക് വിളിച്ചേക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റുള്ളൂ, അതിൽ 75 വരെ റാങ്കിൽ വന്നേക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. ETBയിൽ 2 സീറ്റുണ്ട്, അതിൽ ETB കാറ്റഗറിക്ക് മാത്രമാണ് ഇതിൽ അഡ്മിഷനുള്ളൂ. 150 റാങ്ക് വരെ വന്നേക്കുന്നവർക്ക് പോവാട്ടോ. കാറ്റ് റാങ്ക് 150 വരെ വന്നേക്കുന്നവർക്ക് ഇതിൽ ചെല്ലാം. VSKയിൽ ഒരു സീറ്റുള്ളൂ, VSK റിസർവേഷനുള്ള കുട്ടികൾക്ക് മാത്രമാണ്. ഈ ജനറൽ കാറ്റഗറിയും ഓൾ ഇന്ത്യ കാറ്റഗറിയും എല്ലാവർക്കും റിസർവേഷൻ ഉള്ളവർക്കും എല്ലാത്തവർക്കും ഒക്കെ ക്ലെയിം ചെയ്യാവുന്ന സീറ്റാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ കാറ്റഗറിക്ക് മാത്രമാണ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ VSKയുടെ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് 700 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ചെല്ലാം, പക്ഷേ VSK റിസർവേഷൻ ഉണ്ടായിരിക്കണം. SCയിൽ 2 സീറ്റാണുള്ളത്, 800 കാറ്റ് റാങ്ക് വരെ ഉള്ളവർക്ക് ചെല്ലാം, പക്ഷേ SC റിസർവേഷൻ ഉള്ളവരായിരിക്കണം. STയിൽ ഒരു സീറ്റാണുള്ളത്, KST കാറ്റഗറിയിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. EWSന് 2 സീറ്റുണ്ട്, EWS കാറ്റഗറിയിൽ വന്നേക്കുന്ന കാറ്റ് റാങ്കുള്ള 500 റാങ്ക് വരെ ചെല്ലാവുന്നതാണ്. NRIക്ക് ഒരു സീറ്റാണുള്ളത്, നമ്മളുടെ NRI റിസർവേഷൻ ഉള്ള കുട്ടികൾക്കൊക്കെ ചെല്ലാവുന്നതാണ്. പിന്നെ NRIക്ക് സാധാരണ അവർ ഇപ്പോൾ നിങ്ങൾക്ക് NRI അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് NRI കൊടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ സ്പോട്ടിൽ പരിഗണിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക. NRI റിസർവേഷനിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിലുള്ള ഒരു സീറ്റ് റിസർവേഷൻ ചെയ്ത കുട്ടികളില്ല എങ്കിൽ NRIയിൽ ക്ലെയിം ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ട്യൂഷൻ ഫീസിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ഫീസുകൾ നമ്മൾ വരുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ NRI നമ്മൾ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ തന്നെ NRI കൊടുക്കുന്നവർക്ക് ഒരു 5000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഒരു എമൗണ്ടും കൂടി കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ലക്ഷദ്വീപ് കോട്ടയിൽ ഒരു സീറ്റാണുള്ളത്, ലക്ഷദ്വീപ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ചെല്ലാം. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 2 സീറ്റാണ് വരുന്നത്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ചെല്ലാം. ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ 3 സീറ്റാണുള്ളത്, ആ റിസർവേഷനുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ചെല്ലാം. ANMൽ എല്ലാ കാറ്റഗറി, അതായത് ഒരു സീറ്റുണ്ട്, അതിലുള്ള എല്ലാ കുട്ടികൾക്കും ചെല്ലാവുന്നതാണ്. ഇനി പ്രത്യേകം നോട്ടിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കാൻഡിഡേറ്റ്സ് റിപ്പോർട്ടിംഗ് ആഫ്റ്റർ 10:30 ഐ എം ഷുവർ നോട്ട് ബി കൺസിഡർ ഫോർ അഡ്മിഷൻ. അതായത് 10:30 കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോളിലേക്ക് കയറ്റ പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിനുള്ളിൽ തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ മെട്രോയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ മെട്രോയുടെ അവിടെ നിന്ന് നിങ്ങൾക്ക് യൂബർ കിട്ടും, അതല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോ കിടക്കുന്നുണ്ടാവും. ഓട്ടോയിൽ ഈ പറയുന്ന പോലെ ലൊക്കേഷൻ കറക്റ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും.
ഇനി അലോട്ടഡ് കാൻഡിഡേറ്റ് മസ്റ്റ് ബി റെഡി ടു പേ ദ ഫീ ഓൺ ദ സെയിം ഡേ ഇറ്റ് സെൽഫ്. നമുക്ക് ഇത് സ്പോട്ട് അഡ്മിഷൻ ആണല്ലോ, അപ്പോൾ നമ്മൾ സ്പോട്ടിൽ ആ ഒരു ഫീസ് അത് ഓൺലൈനാണ് നമ്മുടെ ട്യൂഷൻ ഫീസ് അടക്കുന്നത്. പിന്നെ നമ്മൾക്ക് PTA ഫണ്ടൊക്കെ അന്ന് അവർ അടക്കാൻ പറയുവാണെങ്കിൽ ഒരു 3000 സംതിങ് PTA DDF അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ദ സ്പോട്ട് അഡ്മിഷൻ വിൽ ബി കണ്ടക്റ്റഡ് ടു ദി സ്പോട്ട് അഡ്മിഷൻ റൂൾസ് ഓഫ്, അതായത് കിസാറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ റൂൾസ് അനുസരിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റും 2 നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസും വെക്കണം കേട്ടോ. അഡ്മിറ്റ് കാർഡ്, ക്യാറ്റിൻ്റെ എൻട്രൻസിൻ്റെ അഡ്മിറ്റ് കാർഡ്. ഇനി അതില്ല എങ്കിൽ അത് ഉണ്ടെന്നുള്ളത് തപ്പിയെടുക്കുക. നിങ്ങൾ ചിലപ്പോൾ PDF ഒക്കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അഡ്മിറ്റ് കാർഡ്, അപ്പോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രശ്നമാവേണ്ട, പക്ഷേ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊണ്ടുപോകുക കേട്ടോ. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, അപ്പോൾ ഇതിൻ്റെ എല്ലാം കോപ്പി വെക്കണം കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതിനായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിൽ ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. പിന്നെ 10th മാർക്ക് ഷീറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും. പിന്നെ നമ്മൾ ഏതൊക്കെ റിസർവേഷൻ പറയുന്നുണ്ട് കേട്ടോ. OBC NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. EWS ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റിസർവേഷനുള്ള സീറ്റുകളില്ലേ, അതിൽ ആ റിസർവേഷൻ പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതെല്ലാവർക്കും വേണ്ട. കുറഞ്ഞ ഇൻകം ഉള്ളവർ ആ ഒരു ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അത് മതിയാവും. EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അത് മതിയാവും, വേറെ കൂടുതലൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഇനി ഒറിജിനൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കേരളത്തിന് പുറത്ത് പഠിച്ച കുട്ടികളാണെങ്കിൽ അവിടെ നിന്നുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ ഏതെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റോ സർട്ടിഫിക്കറ്റോ ഇതൊക്കെ പ്രൂഫ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലോ ലക്ഷദ്വീപ് കോട്ടയാണെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള ആ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഇനി ഫീസ്, ജനറൽ കാൻഡിഡേറ്റ്സിന് ഫസ്റ്റ് സെമസ്റ്റർ ഫീ ഇൻക്ലൂഡിങ് അഡ്മിഷൻ റിലേറ്റഡ് ഫീ, അതായത് ഫസ്റ്റ് സെമസ്റ്റർ ഫീയും കുറച്ച് അഡ്മിഷൻ ഫീസും എല്ലാം കൂടി കൂടിയിട്ട് 48,760 രൂപ കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് PTA ഫീ 2,240, DDF 1000 രൂപ, കിസാറ്റ് അലൂമിനി ഫീ 570 ടോട്ടൽ ഫീ. അപ്പോൾ നിങ്ങൾക്ക് ഈ മുഴുവൻ എമൗണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1,28,760 പിന്നെ നേരത്തെ പറഞ്ഞ PTA DDF കിസാറ്റ് അലുമിനിയൊക്കെ അത് ഈ ഫീസ് എല്ലാവർക്കും ഉള്ളതാണ്. കിസാറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും തന്നെ PTA DDF കിസാറ്റ് അലുമിനി ഫീ എന്ന് പറയുന്ന ഒരു 3000 രൂപ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 1,500 മാത്രം ഫീസുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും കേട്ടോ. ഇനി വെന്യൂവിനെ പറ്റി നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. മെയിലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന് റിപ്ലൈ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, അവധിയായിരിക്കും, മൺഡേ ആയിരിക്കുള്ളൂ. ഇനി വിളിച്ചാൽ മൊബൈൽ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിളിച്ചു നോക്കൂ കേട്ടോ. 9 മണി തുടങ്ങി 4 മണി വരെയുള്ള സമയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 മണിക്ക് 4 മണിക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. Take care, stay blessed. Thank you.